വിലായത്ത് ബുദ്ധ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അവസാന 20 മിനിറ്റ് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പഞ്ച് തോന്നാമായിരുന്നു. കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ പോലും ഒരു സ്ട്രിക്ട്ലി മിനിമം ഒരു ആവറേജ് പടം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ എല്ലാവരുടെ റിവ്യൂസ് നമ്മൾ ഇരുന്ന് കാണുന്നതാണ്. എനിക്കും പാളിച്ചകളൊക്കെ പറ്റാറുണ്ട്. പക്ഷേ അശ്വന്ത് വോക്കിൻ്റെ റിവ്യൂ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഫുള്ള് നെഗറ്റീവ് പറയുന്നു. അതായത് ആ പടം അമ്പേ തല്ലിപ്പൊളി പടം എന്നുള്ള രീതിയിലാണ് അശ്വന്ത് വോക്ക് പറഞ്ഞത്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അതിനകത്ത് ഷമ്മി തിലകൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒന്നാണ്. ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതാണ്. ഗംഭീര സിനിമാറ്റോഗ്രഫിയാണ്. എനിക്ക് ഫീൽ ചെയ്തതാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം ഉറപ്പായിട്ടും പറയുക. ഇതെല്ലാം അതിനകത്ത് നല്ലതാണ്. പല നല്ല സീനുകളും ആ സിനിമയ്ക്കകത്തുണ്ട്. നല്ല പെർഫോമൻസുകളുണ്ട്. പ്രമോദ് വിളിയനാൻ്റെ ഒക്കെ സീനുകളൊക്കെ നല്ലതാണ്. ഇതിനകത്ത് കുറേ നല്ല സീനുകളുണ്ട്. അങ്ങനെ ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷവും റൊമാൻസും അതിഗംഭീരവും എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനൊരു സിനിമയെ അങ്ങ് തേച്ചൊട്ടിച്ചതുപോലെ തോന്നിയപ്പം ഉണ്ടായൊരു വിഷമമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും നിങ്ങൾ പറയുക, വിലയിരുത്ത് ബുദ്ധ അത്രയ്ക്ക് കൂതറയാണോ? എന്തായാലും നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക.